കാഞ്ഞങ്ങാട് നഗരത്തിൽ ഉഞ്ചവൃത്തി നടന്നു. ത്യാഗരാജ പുരന്ദരദാസ സ്മരണയിൽ കാഞ്ഞങ്ങാട് സദ്ഗുരു ത്യാഗബ്രഹ്മസഭ നടത്തുന്ന സംഗീതോത്സവത്തിന്റെ ഭാഗമായാണ് ഉഞ്ചവൃത്തി നടന്നത്. ഉപജീവനത്തിനു വേണ്ടി ത്യാഗരാജസ്വാമികൾ ഭിക്ഷയാചിച്ചതിന്റെ പ്രതീകമായി നഗരത്തിൽ ഉഞ്ചവൃത്തി നടന്നു. ശിഷ്യരുമൊത്ത് സ്വാമികൾ കീർത്തനങ്ങൾ പാടി വീടുകളിൽ ചെന്ന് ഭിക്ഷ ചോദിക്കുമായിരുന്നു. ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഭിക്ഷയായി വാങ്ങിയിരുന്നത്. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് അടുത്ത ദിവസത്തേക്ക് കരുതി വെക്കാതെ ദാനം ചെയ്ത് പിറ്റേന്ന് വീണ്ടും ഭിക്ഷാടനത്തിനിറങ്ങുമായിരുന്നു. പ്രശസ്തമായ പല ത്യാഗരാജ കീർത്തനങ്ങളും പിറന്നത് ഭിക്ഷാടന വേളയിലാണ്. ദാരിദ്ര്യ ദുഃഖം മാറാൻ ശരഭോജി രാജാവിനെ സ്തുതിച്ചു പാടിയാൽ ശരീരഭാരത്തിന് തുല്യം സ്വർണം തരാമെന്ന വാഗ്ദാനം നിരസിച്ചുകൊണ്ട് ഭിക്ഷാടനത്തിലൂടെയാണ് ത്യാഗരാജസ്വാമികൾ വിഷപ്പടക്കിയിരുന്നത്. ത്യാഗരാജ പുരന്ദരദാസ സ്മരണയിൽ കാഞ്ഞങ്ങാട് സദ്ഗുരു ത്യാഗബ്രഹ്മ സംഗീത സഭ നടത്തുന്ന സംഗീതോത്സവത്തിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ഉഞ്ചവൃത്തി നടക്കുന്നത്. സംസ്ഥാനത്ത് ഉഞ്ചവൃത്തിയോടെ സംഗീതോത്സവം നടക്കുന്ന അപൂർവം വേദികളിലൊന്നാണ് കാഞ്ഞങ്ങാട്. കെ രവി അഗിതായിയാണ് ത്യാഗരാജസ്വാമികളുടെ വേഷമണിഞ്ഞത്. തുടർന്ന് പഞ്ചരത്ന കീർത്തനാലാപനം നടന്നു. കേൾക്കാനിമ്പമുള്ള 5 രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയതാണ് പഞ്ചരത്ന കീർത്തനങ്ങൾ. പ്രസിദ്ധമായ എന്തരോ മഹാനുഭാവുലു എന്ന ശ്രീരാഗ കീർത്തനം പഞ്ചരത്നത്തിൽ ഉൾപ്പെടുന്നു. കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസൻ, മൃദംഗ വിദ്വാൻ മന്നാർഗുഡി എ ഈശ്വരൻ, ഉഷ ഈശ്വർ ഭട്ട്, ടി സി മേരിക്കുട്ടി, അഭിലാഷ് ഗിരിപ്രസാദ്, പയ്യന്നൂർ മനോജ്, പ്രഭാകർ കുഞ്ചാർ, ബൽരാജ് കാസർഗോഡ്, പയ്യന്നൂർ കെ വി ജഗദീശൻ, ഡോക്ടർ രൂപ സരസ്വതി ഭട്ട്, പി വി രാജൻ, പ്രഭാകരൻ നീലേശ്വരം, വി പി രാജഗോപാലൻ, വെള്ളിക്കോത്ത് പി രാജീവ് ഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.